ഹായ്, നിങ്ങളോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിനക്ക് വസ്വാസാണോ എന്ന്? നീ എന്താ ചെയ്ത കാര്യങ്ങൾ എന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്? എപ്പോഴും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ത്വര എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഇതിനല്ലേ നമ്മൾ OCD എന്ന് പറയുന്നത്? യെസ് മൈ ഡിയേഴ്സ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ CBT ബേസിക്സ് കഴിഞ്ഞ് അഡ്വാൻസ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ഇവിടെ കുറച്ച് സ്കിറ്റ്സ് അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് OCD എന്നും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നും അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാമെന്നും വളരെ മനോഹരമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡു വാച്ച് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും തെറാപ്പീസ് നിങ്ങൾക്ക് വേണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ഓവർ ടു യു ഗൈസ്. യെസ്, ടീം എ. Our topic is OCD, which means first we need to understand what is OCD. Basically, it's more than being neat, just more than being neat. Neat means being clean, but OCD is a repetitive behavior and which is for being neat. And the agenda of today's presentation is what is OCD, common obsessions, common compulsions, treatment and hope. So we present this in the power of psychoeducation for our team. Now we'll start with OCD. The definition states that obsessive compulsive disorder is a mental health condition where people experience recurring unwanted thoughts, which is called obsessions, and feel the need to perform repetitive behaviors to reduce anxiety. For example, കൈ കഴുകണമെന്ന് തോന്നിയാൽ കൈ നീറ്റിൽ കഴുകലല്ല, കൈ കൊണ്ടേയിരിക്കാൻ, അത് നമ്മളൊരു ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുന്ന പോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബീങ് ഓർഗനൈസ്ഡ് ഓർ ലൈക്കിംഗ് തിങ്സ് ക്ലീൻ. ഒരു വൃത്തിയുള്ള ചുറ്റുപാട് ഉണ്ടാക്കലല്ല. കീപ് ഓൺ ഡൂയിങ് ദ സെയിം ബിഹേവിയർ അഗെയിൻ ആൻഡ് അഗെയിൻ till we are getting distressed. Common obsessions are contamination. ചില സമയം ഒരു പേടി ഉണ്ടാവും, ജേംസ് ഉണ്ടാവോ, ഡേർട്ട് ഉണ്ടാ, അല്ലെങ്കിൽ അസുഖം വരുമോ, ഇതെല്ലാം വെച്ചിട്ട് പിന്നെ നമുക്കൊരു വറി വരും. ഇങ്ങനെ വൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ, ഹാം ആവോ. അതിനുശേഷം വരുന്നതാണ് സിമിട്രി ആൻഡ് ഓർഡർ, നീഡിങ് തിങ്സ് ടു ബി അറേഞ്ച് ജസ്റ്റ് റൈറ്റ്. അതേപോലെ തന്നെ ചെയ്തു പോകണം, ആ ഒരു വെച്ച സ്ഥലത്ത് തന്നെ വെക്കണം ക്ലീൻ ചെയ്തിട്ട്. പിന്നെയും അൺവാണ്ടഡ് തോട്ട്സ് മനസ്സിൽ വരും, which gives intrusive thoughts about taboo. പിന്നെ അത് ചെറിയ വീട്ടുകാരുടെ വയലൻസ് ആയിട്ടും റിലീജിയസിന്റെ ഒബ്സഷൻസ് ആയിട്ടും കാര്യങ്ങളായിട്ട് ഫെയർ ആയിട്ട് കീപ്പ് ഓൺ കണ്ടിന്യൂ റിപ്പീറ്റീവ് ബിഹേവിയർ പാറ്റേൺ ആയിട്ട് വരും. കോമൺ കമ്പൾഷൻസ് ഇതിൽ എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ വാഷിംഗ് ആൻഡ് ക്ലീനിങ്, എക്സസീവ് ഹാൻഡ് വാഷിംഗ്, അല്ലെങ്കിൽ കുളിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ചെക്കിങ് റിപ്പീറ്റഡ്ലി, ചെക്കിങ് ലോക്സ്, ഒന്നിക്കിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പൂട്ടിയിട്ടില്ലേ, കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം. ചെയ്തോ ഇല്ലയോ സംശയം വരും, ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ അത് വേറൊരു ഡൗട്ട്. പിന്നെ അതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യാം, അതിലായിരിക്കും പിന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ആ ഒരു സാധനം വെച്ചെടുത്തൊന്ന് പിന്നെയും തിരിച്ച് ആ വെച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതിനൊരു മെന്റൽ റിച്വൽസ് എന്ന് പറയും. കാരണം റിപ്പീറ്റഡ് വേർഡ്സ് അല്ലെ ഫ്രെയിംസ് തലയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്ന, അത് ചെയ്തോ എന്നുള്ള ആ ഒരു ആകാംക്ഷയാണ് ഇതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ടീം ഇപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സ്കിറ്റ് പ്രസന്റ് ചെയ്യും. ഓവർ ടു യു മൈ ടീം. ഇവിടെ ഞങ്ങൾ 3 പേരാണ് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹംനത് മദറിൻഡോ ആണ്, ഫാത്തിമ എന്റെ ഡോട്ടറിൻഡോ ആണ്, ഹുദ എന്റെ മകനാണ്. സോ വി ആർ ഗോയിങ് ടു പ്രസന്റ് ആ സ്കിറ്റ്. എടി ഫാത്തിമ ഇങ്ങോട്ട് വന്ന ഈ ഇവിടെ വീട്ടിൽ പോയത് കണ്ടില്ലേ? ആ കസാലകളൊക്കെ അങ്ങോട്ട് പുറത്തിട്ട് വേഗം തേച്ചേക്കിക്ക. കസാലയും പുറത്ത് കിട്ടിച്ച് തേച്ചേക്കണം. ശരിമ്മ, ശരി, ചെയ്യാണ്. കസാല കഴുകിയാൽ മാത്രം പോരട്ടാ, 10 എണ്ണം കഴുകണം. പിന്നെ ആ നില മൊത്തം ഇവിടെ ക്ലീൻ ആക്കണം. ശരി, ഞാൻ ക്ലീൻ ആക്കാം. ഓൻ വരുന്നതിന് മുമ്പ് ആ 10 എണ്ണം അങ്ങോട്ട് ക്ലീൻ ആക്കി കണ്ടി. ശരി ശരി. മോനെ ഇങ്ങോട്ട് വന്നജി,
ഹൈ അങ്ങോട്ട് നോക്കാ ആ പെണ്ണ് കാട്ടണത്. എന്താണ് കൊറേ നേരായി ഓളി തേച്ച് വെക്കണത്. എന്ത് തേച്ച് കഴിയുന്ന അമ്മ പറയണത്? ഹൈജാം അന്ന് ആ റൂമൊക്കെ പോയി നോക്ക് മോനെ. ഓളി ഇതന്നെ ഓക്ക് പരിപാടി. തേച്ചെഴുക ഇതന്നെ. തിരുമ്പലും തേച്ചെഴുകലും ഇതന്നെ പരിപാടി. അല്ലാ ഞാനൊന്ന് നോക്കട്ടെ. ഞാനും എന്റെ കുട്ടികളും ഇച്ച് വന്ന് നോക്ക്. എന്നിട്ട് ഓളോടൊന്ന് ചോദിച്ചോക്ക്. ഓ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഫാത്തിമ, നീ ഇതെന്താണ് ഈ ചെയ്യുന്നത്? നീ എന്തിനാ ഈ അക്ക കസേരയെല്ലാം ഇങ്ങനെ അക്ക വന്നു ക്ലീൻ ആക്കുന്നത്? അക്ക അതുണ്ടല്ലോ, ഇന്ന് ഒരാള് വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മുടെ ഈ പുറത്തുള്ള കൊണയിലുള്ള ചെയറിലാണ് ഇരുന്നത്. ഈ ചെയറിലാണ് ഇരുന്നേന്ന് തോന്നുന്നു. അതിൽ ഒരു കസേരയല്ലേ ഉള്ളൂ? എല്ലാ കസേരയും എടുത്തിട്ട് കഴിയുന്നതിനാ? അല്ലല്ല, എനിക്കറിയാം. അയാള് ചിലപ്പോ ഇപ്പുറത്ത് ഇരുന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഇപ്പുറത്ത് ഇരുന്നിട്ടുണ്ടാവും. ഏതിലാ അയാൾ ഇരുന്നേന്ന് എനിക്ക് അറിയില്ല. ഏതായാലും എല്ലാം കഴുകി വൃത്തിയാക്കാം. പിന്നെ അയാൾ എന്തെങ്കിലും രോഗം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലോ? നമ്മള് കൊറോണ സമയത്തൊക്കെ കേട്ടിട്ടില്ലേ, എന്തെങ്കിലും പുറത്തുനിന്ന് വരുമ്പോഴേ അവരാ രോഗാണുക്കള് നമ്മളെ ശരീരത്തിലേക്ക് കയറില്ലേ. അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കട്ടെ. ആ, ആ. പറഞ്ഞത് ശരിയാണല്ലോ. മോനെ ഇങ്ങോട്ട് വന്നേച്ചി. എന്നാ ചെയ്യാൻ? ഇതന്നെ ഞാൻ ഏത് പറഞ്ഞത്. ചെയ്യാൻ മതിയായിരുന്നു? ഹൈ ആ പെണ്ണ് നോക്ക കാട്ടണത്. വേഗം പോയിട്ട് വല്ല ഡോക്ടറെയും വേഗം കണ്ടെത്തിക്കോ. എന്നിട്ട് ഓളെ വേഗം ചികിത്സിച്ചാ വല്ല മൂത്തും വല്ലതാവണീന് മുന്നേ എന്റെ മക്കള് തൊലാക്ക് ചെയ്യേണ്ട ഗതി വരും. പെട്ടെന്നാട്ടെ. ശരി ഉമ്മ, ഞാൻ ചെയ്യാം. ഓളിവിടെ കിടന്ന് പാത്രം കഴുകലും എന്തൊക്കെയാ കാട്ടിക്കൂട്ടല്. ഹൈ ഓളെ ബസാക്കലോണ്ട് മനസ്സ് എടങ്ങാറയിക്കണേ. പക്ഷെ പെട്ടെന്നാട്ടെ. ഇന്നലെ വരെയൊക്കെ ഇല്ലായിരുന്നല്ലോ ഇങ്ങനെയൊന്ന്. ഇത് ഇന്ന് മാത്രല്ലേ ഞാനിതെന്ന് ഞാൻ ഈ കണ്ടുള്ളൂ? പറഞ്ഞില്ലേ 24 മണിക്കൂർ ഓള് ഇന്റെ കൂടെ. ഇച്ച് രാവിലെ പോയിട്ട് വൈകുന്നേരം വരില്ലേ. ഓള് കാട്ടിൽ വെച്ച് കാണാം. എന്റെ മോനെ അന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയാ ഞാന്. എന്തെങ്കിലും ഒന്ന് കണക്കാക്കണം. അല്ലോ ഇച്ച് തലാക്കലിന് ഇച്ച് അമ്മ, സഹിക്കോട്ടെ. ഞാൻ ഡോക്ടറിനെ ഞാൻ അന്വേഷിക്കാം. ഓക്കെ, ശരി. എന്തെങ്കിലും കാട്ടും മോനെ. ആ ഉമ്മ. ഇതോടെ ഞങ്ങളുടെ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാവാണ്. Manoharam. Very, 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 very informative. Very good. Thank you so much for conducting this so beautifully. Over to team number 2, consists of Meenu, Samira Banu, and Sija for the solution of OCD. Over to you guys. Well done. Well done, team 1. Over to the other team. മാം, ഇവിടെ ഞങ്ങൾ 3 പേരാണ്. ഞാൻ വൈഫ്, സമീറ ഹസ്ബൻഡ്, മിനു ഡോക്ടർ. ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് സീന്, വൈഫ് കുളിക്കാൻ കയറിയിരിക്കുകയാണ്. സുജയ്, കുറെ നേരമായാലും ഇനി ബാത്റൂമിൽ കയറിയിട്ട് ഒന്ന് വേഗം ഇറങ്ങിയേ. ദൂരം നേരെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഒന്ന് കേറിയതേ ഉണ്ടോന്നേ. ഞാൻ കുളിച്ചു കഴിയട്ടെ. എന്താ ധൃതിപ്പെടുന്നത്? ഞാൻ അരമണിക്കൂർ കുളിക്കട്ടെ. കഴിഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞു. ഈ സമയം പോകുന്നത് അറിയാനിട്ടാണ്. എത്ര നേരമായി. എല്ലാ ദിവസവും എനിക്കിങ്ങനെ ലേറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. ഓഫീസിലൊക്കെ വൃത്തിയിൽ ആകെ കുളിക്കട്ടെ. പ്രശ്നമാണ്. ഒന്ന് വെയിറ്റ് ചെയ്യോന്നേ. ഞാൻ വൃത്തിയിൽ കുളിക്കട്ടെ ഒന്ന്. പറ്റില്ല കേട്ടോ, എനിക്ക് പറ്റില്ല. എനിക്ക് മതിയായി നിന്നെ. കാരണം എല്ലാ ദിവസവും എന്റെ ഓഫീസിലാകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇറങ്ങുന്ന. ഒരു മിനിറ്റ്, നിങ്ങക്ക് വൃത്തിയിൽ കുളിക്കേണ്ട വെച്ചാൽ എനിക്ക് നല്ലപോലെ സോപ്പ് തേച്ച് പതിപ്പിച്ച് നന്നായി കുളിക്കണം. അല്ലാതെ പറ്റില്ല കേട്ടോ. അല്ലാതെ അതിന് കുളിന്ന് പറയാൻ പറ്റുമോ? ഞാനെന്താണല്ലേ ഒരണ്ടാമത്തെ ഇത്ര അധികം കച്ചറുണ്ടോ? വേഗം ഇറങ്ങൂ, എനിക്ക് പോവാനുള്ളതാണ്. നിനക്ക് അറിയാലോ എന്റെ ഓഫീസ് ടൈമിങ്. ഞാനൊന്ന് കുളിച്ച് കഴിയട്ടേന്നേ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. നന്നായി കുളിക്കട്ടെ ഒന്ന്. ഓക്കെ ഓക്കെ, ഞാൻ ഇന്നും കൂടി വെയിറ്റ് ചെയ്യും നിന്നെ. സെക്കൻഡ് സീന്, സീൻ 2, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിസ്കഷൻ ചെയ്യാം. സുജയ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. എന്താണ്? ഇന്നും എന്റെ ബോസിന്ന് എനിക്ക് ചീത്ത കിട്ടി, ലേറ്റ് ആയിട്ട് വന്നിട്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കാരണമാണോ? ഇതിന്റെ ഈ വൃത്തിയൊക്കെ കാരണം എന്റെ എല്ലാം ലേറ്റ് ആയിട്ട് തീരുകയാണ്. ഇതിനൊക്കെ എന്റെ ജീവിതത്തെ എന്നെ ഇതാകെ എനിക്ക് ആകെ ടെൻഷനായി. എന്റെ ഓഫീസിൽ നിന്ന് ചീത്ത കേട്ടിട്ട് ജോലി തന്നെ പോവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ലേറ്റ് കമറായിട്ട് ഞാൻ പോകുന്ന കാരണം. നീ ഇതിനൊരു തീരുമാനം പറ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കുളിക്കാണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല നന്നായിട്ട് വൃത്തിയായിട്ട്. നിങ്ങളെ പോലെയല്ല, എനിക്ക് നന്നായിട്ട് തേച്ച് വരച്ച് കുളിക്കണം, നല്ല സമയം എടുത്തിട്ട്. ഒന്നുമല്ല, വൃത്തിനെക്കാട്ടി വേറെ എന്തോ നിനക്കെന്തോ ഉണ്ട്. ഇത് ഡോക്ടറെ കാണിക്കാതെ പറ്റില്ല, മാറ്റാതെ പറ്റില്ല. നീ എന്ത് വന്നാലും ഡോക്ടറെ കാണിച്ച് ഇത് മാറ്റിയേ തീരുള്ളൂ. നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം.
നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വരാൻ കൂടെ. ഓക്കെ, ഏതായാലും ഞാനൊരു നല്ല ഡോക്ടർ നോക്കട്ടെ, നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ. ഓക്കെ. സീൻ 3, കൺസൾട്ടേഷൻ റൂം ഓഫ് ഡോക്ടർ മീനു. ഹലോ ഡോക്ടർ. ഹലോ, എന്താ പേര്? എന്റെ ഇത് പേര് എന്റെ സുജാത. വൈഫ്. ഇത് ഓക്കെ. ഹസ്ബൻഡാണ് എന്റെ. ഓക്കെ, പറഞ്ഞോളൂ. ഇവളുടെ ഒരു പ്രോബ്ലം ആണ്, ഇങ്ങനെ വൃത്തിയായില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുക, ബെഡ്ഷീറ്റ് വിരിച്ചോണ്ട്, വീട്ടിലൊരു സ്വസ്ഥമായിട്ട് ഒരു എടുത്ത് എനിക്ക് നിൽക്കാനേ പറ്റൂല. എപ്പം നോക്കിയാലും ഇങ്ങനെ നീറ്റാക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ പ്രശ്നം ഇവളുടെ കുളിയാണ്. കുളിക്കാൻ കയറിയാൽ ഇറങ്ങൂല. എന്റെ ഓഫീസിലെ ടൈമിങ്ങും എല്ലാം തെറ്റിയിരിക്കുക. ഇവളെ കാരണം ഡോക്ടർ എന്റെ അതെ, ജീവിതം തന്നെ. എനിക്ക് അതെ, കുളിക്കണ്ടേ ഡോക്ടറെ വൃത്തിയില്? അതെ, പേഴ്സണൽ ഹൈജീൻ ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മുടെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കിയിടുന്നത് നമ്മുടെ ആവശ്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് നന്നായില്ലേ? വൈഫ് എല്ലാം ചെയ്യുമല്ലോ, അല്ലേ? എനിക്ക് കൊണ്ട് നല്ലത് തന്നെ, പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ ഹൈജീനിന്റെ അപ്പുറം വേറെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂർ ഇത് തന്നെയാണ് ചിന്ത, ഇത് തന്നെ. അപ്പൊ ഇതൊന്നും നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ മൊത്തം ബാധിച്ചിരിക്കുക. ഒന്നും എനിക്ക് കറക്റ്റ് ടൈമിന് പോകാൻ പറ്റുന്നില്ല, വരാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ ഇപ്പൊ വരാൻ തന്നെ തോന്നുന്നില്ല ഇവളുടെ ഈ സ്വഭാവം കാരണം. സുജ കുളിക്കാൻ കയറിയായിരുന്നില്ല. ഒരു ദിവസം സുജ ഹലോ, അതാകെ ഒരു കുളിക്കുന്ന കേൾക്കുന്നുണ്ട് ഡോക്ടർ. എത്ര സമയം എടുക്കും? ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും ഡോക്ടർ. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ഡോക്ടർ അതിൽ കൂടുതൽ എടുക്കാറുണ്ട്. ഇവൾ അറിയുന്നില്ല സമയം. അതെ. പിന്നെ ഡിഷ് വാഷ്, നമ്മുടെ പാത്രം കഴുകാനൊക്കെ എത്ര സമയം എടുക്കും? അതിനും എടുക്കുമായിരിക്കും അല്ലേ, 1 മണിക്കൂറൊക്കെ? അത് ഡോക്ടർ എനിക്ക് വൃത്തിയാവുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പിന്നെയും ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. അത് എന്റെ കുഴപ്പമാണോ? എനിക്ക് വൃത്തിയാവും തോന്നുന്നില്ല ഡോക്ടറെ. അല്ല, അതൊന്നും സുജയുടെ കുഴപ്പമല്ല. അത് ആക്ച്വലി നമുക്ക് ഒരു ദിവസം 24 hours നമ്മൾ ഇങ്ങനെ ഓരോന്നിനും ഇത്ര സമയം എടുക്കുമ്പം സുജയ്ക്ക് ചെയ്യാൻ മറ്റു കുറെ കാര്യങ്ങളില്ലേ, അതിനൊക്കെ സമയം തികയോ? അപ്പം സുജയ്ക്ക് ഒന്ന് പക്ഷെ റിലാക്സ് കാണണം, വൃത്തിയാവാതെ പറ്റില്ല ഡോക്ടറെ. വൃത്തിയായില്ലെങ്കിൽ എനിക്ക് ഒരു സ്വസ്ഥതയില്ല. അല്ലെ? ഒന്ന് പ്രെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന് സുഖമായിട്ട് പുറത്തൊന്ന് ഔട്ടിങ്ങിന് പോകണം, ഹസ്ബൻഡിനോട് ടൈമിന് നമുക്ക് പോയിട്ട് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് കൂടണം. അതിനൊക്കെ നമുക്കിത് തടസ്സമായി വരില്ലേ, അല്ലെ? അതൊക്കെ ഉണ്ട്. ആണ് പുള്ളി പറയുന്നത്. ഇത് നമുക്ക് പ്രശ്നമൊന്നുമില്ല, സുജയ്ക്കും ഒരു പ്രശ്നവും ഇല്ല. ഹൈജീൻ ഒക്കെ നല്ലതാണ്. പക്ഷെ സുജ എല്ലാം ഈ ഒരു എന്താ പറയാ, ഇത്രയും നേരം ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതോ കുളിക്കുന്നതോ ഒന്നും സുജയ്ക്ക് ആവശ്യത്തിന് കുളിയായി, അല്ലെ? കുളിക്കുമ്പോൾ തന്നെ സുജയ്ക്ക് അറിയാം എനിക്ക് വൃത്തിയായി. പക്ഷെ മൈൻഡിൽ ആരോ ഇരുന്ന് പറയുന്നു, ഒന്നുകൂടെ നീ സോപ്പ് തേക്ക്, അല്ലെ? ഒന്നുകൂടെ നീ തേക്ക്, അപ്പൊ ഒന്നുകൂടെ നീ വെള്ളം ഒഴിക്കപ്പോ ഒന്നുകൂടെ നീ നല്ല ഇതാവും. എന്നെ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോ ആർക്കെങ്കിലും സ്മെല്ല് തോന്നും, അല്ലെങ്കിൽ എനിക്ക് ക്ലീൻനെസ് അത്രയും കുറയുമെന്നൊരു തോന്നൽ, അല്ലേ? അത് അതാണ് കറക്റ്റ് ഡോക്ടർ പറഞ്ഞ കറക്റ്റ്. എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് വൃത്തിയായിട്ടില്ല, ഒന്നും കൂടെ ചെയ്യുന്ന ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗ്ലാസ് കഴിയുമ്പോ സുജിക്ക് ഇങ്ങനെ തോന്നോ സോപ്പിന്റെ അംശം പോയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ അങ്ങനെ തോന്നാറുണ്ട്? ശരിക്കും തോന്നുന്നുണ്ട് ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞ വെരി കറക്റ്റ്. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, നമ്മുടെ തോട്ട്സ് ആണ്, അല്ലെ? നമ്മുടെ തോട്ട്സ് എപ്പൊ നമ്മളെ റൂൾ ചെയ്യാൻ നോക്കുന്നു, അവർ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അടിമപ്പെട്ടു പോവാ. പിന്നെ നമ്മുടെ സമയവും നമ്മുടെ കാര്യങ്ങളും എല്ലാം അതാ കൺട്രോൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അതിന് ഉത്തരം കൊടുക്കരുത്. അപ്പം സുജ വേണം തോട്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ. ആയിക്കോട്ടെ, ഞാനിപ്പം എനിക്കെന്താ കുളിക്കാൻ ഇത്ര സമയം മതി, അല്ലെങ്കിൽ കുറച്ച് അഴുക്കുണ്ടെങ്കിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ നമുക്ക് തോന്നുമ്പോൾ ഇല്ല എനിക്കിന്ന് ഇത്രയും മതി, എന്താ സംഭവിക്കുന്നേ നോക്കാം എന്നുള്ളത് പോലെ തോട്ട്സിനെ, നമുക്ക് വരുന്ന ആ ഒരു ചിന്തേനെ ഒരു ഫ്രണ്ടായിട്ട് പിടിച്ച് എന്താ പറയാ ഷെയ്ക്കാനൊക്കെ കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തുക. ഓക്കെ, അതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ സുജിക്ക് തോന്നാം വെള്ളം ഒഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തുടച്ചു കഴിയുമ്പോൾ പിന്നെയും തോന്നും, അയ്യോ ഞാൻ ഇന്ന് ഇച്ചിരിയും കൂടെ കുളിച്ചില്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ മോശമായിട്ടുണ്ടാവുന്നുണ്ട്, പിന്നെയും ചെയ്യും. അത് വേണ്ട. ആ റെപ്പറ്റേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം തന്നെ എന്താവും, അത് തന്നെ എന്താ പറയാ, നമ്മുടെ വീട്ടിലേക്ക് എന്നും ഒരു ഗസ്റ്റ് വരുന്നു, നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ട ആ ഗസ്റ്റ് എന്ത് ചെയ്യും? അവര് പിന്നെ വരും. നമ്മൾ വിളിക്കാതെ വരുന്നു, എന്നും വന്ന് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് വന്ന് വീട്ടിലിരിക്കും, പിന്നെയും പോകും, പിറ്റേന്നും അതുപോലെ വന്നിരിക്കും. നമ്മൾ അവർക്ക് ഫസ്റ്റ് ഡേ നമ്മൾ ചായ കൊടുക്കും, അല്ലെ? സെക്കൻഡ് ഡേ നമ്മൾ പിന്നെയും ഫസ്റ്റ് ഡേ ചായ സ്നാക്സും കൊടുക്കും, സെക്കൻഡ് ഡേ ചായ മാത്രമാക്കും, തേർഡ് ഡേ നമ്മൾ പച്ചവെള്ളം കൊടുക്കും. പിന്നെ നമ്മൾ അതും കൊടുക്കാതാകുമ്പോൾ അവർക്ക് തോന്നും ഇവർക്ക് തന്നെ വലിയ ഇതില്ല. അതുപോലെയുള്ളൂ സുജയുടെ ഈ തോട്ട്സും. അവരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ എന്താവും, ഇതും അങ്ങനെ പൊയ്ക്കോളും. സുജിക്ക് പിന്നെ കുറെ സമയം എക്സ്ട്രാ ടൈം കിട്ടും.
ഇപ്പൊ കണ്ടില്ലേ ഹസ്ബൻഡ് എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്ന് കണ്ടില്ലേ. അപ്പൊ സുജ തന്നെ മനസ്സിലാക്കുക, നമ്മൾ നോർമൽ ഒരു മനുഷ്യൻ കുളിക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഡേർട്ടും, നമ്മളൊരു മെഷീൻ ഒന്നും അല്ലല്ലോ ഇങ്ങനെ കഴുകി ഒരച്ച് കളയാനായിട്ട്, അല്ലെ? നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും നമ്മൾ തേച്ചൊരച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യത്തിന് ക്ലീൻ ആവാനായിട്ടുള്ളത് മാത്രം മതി. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ചെയ്യണം. സുജ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് സുജിക്ക് വരുന്ന ആ തോട്ട്സ് അല്ലെ എന്തുകൊണ്ടാണ് ഈ റെപ്പറ്റേഷൻ വരുന്നത് എന്നുള്ളത് എഴുതി വെച്ചോളൂ. ഓക്കെ, മനസ്സിൽ ചിന്തിക്കാൻ, ഇരുന്ന് ചിന്തിക്കാൻ, ആ ഒരു കംഫർട്ട് സോണിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ഭയങ്കര സുഖമാണ്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പേപ്പറിൽ എഴുതാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് വരുമ്പോൾ നമ്മുടെ ആ തോട്ട്സിന്റെ ഇത് കുറയും. ഓക്കെ, നമ്മൾ മനസ്സിൽ വെറുതെ കുത്തിയിരുന്ന് ചിന്തിക്കാതെ പേപ്പറിൽ എഴുതി വിടുക. രണ്ടാമത് മെഡിറ്റേഷൻ ചെയ്യുക, നല്ലതായിരിക്കും. നമ്മൾ റിയലൈസ് ചെയ്യുക നമുക്ക് തന്നെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് റിയലൈസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ എന്താ, ഈ പറഞ്ഞ പോലെ തോട്ട്സിനെ നമ്മൾ തടയാതിരിക്കുക. നമുക്ക് വരരുത്, അയ്യോ ഞാൻ കുളിക്കുമ്പോൾ എനിക്ക് ഇനിയും വെള്ളം ഒഴിക്കണം എന്നുള്ളൊരു ചിന്ത വരരുതെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അത് പെർസിസ്റ്റ് ചെയ്യും. അപ്പം തോട്ട്സ് വന്നോട്ടെ, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാ. ഓക്കെ, കുറച്ച് ദിവസം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ കൂടെ തന്നെ സ്ലീപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരിക്കണം. എക്സസൈസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ചെയ്യുക. അല്ലാതെ സുജിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന, എല്ലാവർക്കും ചെറിയ രീതിയിൽ OCD ഉണ്ട്. എല്ലാവർക്കും ചെറിയ രീതിയിൽ ഈ ഓരോ മെന്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ചിലർക്ക് പല രീതിയിലായിരിക്കും. അപ്പം ഹസ്ബൻഡിന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ ഡോക്ടർ, നെക്സ്റ്റ് ടൈം നോക്കിയിട്ട് ഞങ്ങൾ വരാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ വെള്ളം ഇതൊക്കെ നോക്കിയിട്ട് ഡോക്ടറെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, ഞങ്ങളുടെ സ്കിറ്റ് ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റ് പ്രസന്റേഷൻ ബൈ മീനു. ഫസ്റ്റ് യു ക്യാൻ ഓൾസോ ട്രൈ ദിസ് സെൽഫ് കെയർ ടെക്നിക്സ് ടു ഹെൽപ്പ് മാനേജ് OCD. അതിനകത്ത് പറയുന്നത് ഐഡന്റിഫൈ വാട്ട് മൈറ്റ് മേക്ക് യുവർ OCD വേഴ്സ്. അതായത് നമ്മുടെ OCD ചില സമയത്ത് വേഴ്സ് ആവും. ഫോർ എക്സാമ്പിൾ, എനിക്കറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ടിന് OCD വേഴ്സ് ആവുന്നത് നമ്മുടെ ഡെലിവറി ടൈമിലാണ്. OCD ഉണ്ട് പക്ഷെ മാനേജബിൾ ആണ്. പക്ഷെ ഡെലിവറി ടൈമിൽ ഈ OCD കുറച്ച് വേഴ്സ് ആവും. അതായത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട്. പിന്നെ അതുപോലെ സ്ട്രെസ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, ബിഗ് ചേഞ്ചസ്. Try relaxation techniques such as counting to 4 while breathing in and out. That is a meditation അല്ലെങ്കിൽ breathing exercise ചെയ്യുക. Mindfulness which involves paying attention to your mind, body and surroundings. ഇതാണ് മെഡിറ്റേഷൻ. പിന്നെ sleep, eat well, get some physical activity. നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഡാൻസ്, സ്പോർട്സ്, ഗെയിംസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ്, യോഗ പോലുള്ള ചെയ്യുക. സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. പിന്നെ ഇതിന് ഉള്ളൊരു സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ആസ് യു ഓൾ നോ, നമ്മളിപ്പം ചെയ്യുന്ന CBT ടെക്നിക്കാണ് ഏറ്റവും മെയിൻ ആയിട്ട് OCDക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതിനകത്ത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. അതായത് നമ്മൾ തന്നെ, നമുക്ക് എന്താണോ പേടി, നമുക്ക് കുറെ കാര്യങ്ങൾ പേടി. ഈ OCD എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ, ഫസ്റ്റ് ഗ്രൂപ്പുകാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റീചെക്കിങ് ഉണ്ടാവാം, ഡിയർ ആൻഡ് നിയർ വൺസിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടി, നമ്മൾ ഡോർ പൂട്ടിയിട്ട് പോയാലും നമ്മൾ പൂട്ടിയില്ല എന്ന് വെച്ച് തിരിച്ചു വന്ന് നോക്കും. അപ്പൊ അങ്ങനെയില്ല, ആ ഫിയർ എന്താണോ നിങ്ങൾ പേടിക്കുന്നത് അതങ്ങോട്ട് അനുഭവിക്കുക, അത് കുഴപ്പമില്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാർ ഓടിക്കാനാണ് പേടി, അതൊരു ഫിയർ ആയിട്ട് ചിലർക്ക് ഉണ്ടാവും. ഓടിക്കുന്നതിന് മുന്നേ ഞാൻ ഓടിക്കുമ്പോൾ എവിടെയെങ്കിലും ആക്സിഡന്റ് പറ്റും, ആരെങ്കിലും തട്ടാം. അപ്പൊ ആ പേടി മാറണമെങ്കിൽ അത് നമ്മൾ ചെയ്യാം. എന്താണോ പേടി അത് ചെയ്യാം. പിന്നെ നമ്മുടെ OCD എങ്ങനെ ഡീൽ ചെയ്യുന്ന വെച്ചാൽ, എന്താണ് OCD വേഴ്സ് ആവുന്നത്, OCD എന്തുകൊണ്ടാണ് ആവുന്നത് നമ്മൾ ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ OCD ഉള്ള ഒരാൾക്ക് പീരീഡ്സ് ടൈമിൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ പീരീഡ്സിന്റെ ടൈം വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, എന്റെ പീരീഡ്സ് ഡേറ്റ് ആയി, അല്ലെങ്കിൽ എന്റെ മെനപ്പോസ് സ്റ്റേജ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ, അങ്ങനെ. പിന്നെ സ്ലീപ്പ് പാറ്റേൺ നമ്മൾ നോക്കുക, ഡയറ്റ്, ഫുഡ്, ഫിസിക്കൽ ആക്ടിവിറ്റി, പിന്നെ നേച്ചർ, സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. പിന്നെ ഇതെല്ലാം കൂടാതെ വൈറ്റമിൻ D, തൈറോയ്ഡ്, അങ്ങനെയുള്ള ചില ഹെൽത്ത് കണ്ടീഷൻസ് വരുമ്പോഴും നമ്മുടെ OCD വേഴ്സ് ആവാറുണ്ട്. താങ്ക് യു ഗൈസ്. യെസ് മൈ ഡിയേഴ്സ്, ഇവിടെ നമ്മുടെ രണ്ട് ടീമും വളരെ മനോഹരമായിട്ട് OCDയെ കുറിച്ച് പ്രതിപാദിച്ചു. ഡോക്ടർ മീനു അതിമനോഹരമായിട്ട് അതിൻ്റെ സൊല്യൂഷനും നമുക്കിവിടെ കാണിച്ചു തന്നു. യെസ്, OCD എന്ന് പറയുന്നത് അനുഭവിക്കുന്നയാൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വിഷമാണ്. മറ്റുള്ളവർ വിചാരിക്കും ഇതെല്ലാം നിനക്ക് ഇഗ്നോർ ചെയ്തൂടെ, അവർ കുറേ ജ്ഞാനം തരും, കുറേ എക്സ്പ്ലെയിൻ ചെയ്തു തരും, കുറേ കാര്യം അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ കമാൻഡിങ് ലാംഗ്വേജിൽ പറഞ്ഞുതരും. ഓക്കെ, ദേഷ്യത്തോടെ പറഞ്ഞുതരും, സ്നേഹത്തോടെ പറഞ്ഞുതരും. പക്ഷെ അനുഭവിക്കുന്ന ആൾക്ക് ഇതിൽ നിന്ന്, ആ ഒരു ചെയിനിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് എളുപ്പമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന പല സ്റ്റെപ്സും എന്താണ് OCD എന്ന് പറഞ്ഞു,
OCD ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം എന്താണ്, വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ഒരുപാട് സൊല്യൂഷൻ പറഞ്ഞു. ദെൻ കംസ് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും രസകരമായിട്ട് നമുക്ക് OCDക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു തെറാപ്പിയാണ്. അതിൽ എക്സ്പോഷറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ജേർണലൈസ് ചെയ്തിട്ട്, നേരത്തെ മീനു പറഞ്ഞ പോലെ ജേർണലൈസ് ചെയ്യുക, തോട്ട്സിനെ പേപ്പറിലേക്ക് ആക്കുക. എപ്പോഴും നമ്മുടെ ആങ്സൈറ്റി ഇഷ്യൂസ് ആയിക്കോട്ടെ, നമ്മുടെ ഡിപ്രസീവ് മോഡ് ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലും നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സിനെ പേപ്പറിലേക്ക് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എഴുതുമ്പോൾ കുറേ അങ്ങോട്ടേക്ക് ഫ്ലോ വരും. തിങ്ക് ചെയ്യുമ്പം ഒരേ ലൂപ്പിലായിരിക്കും, ചിലപ്പം ഓവർ തിങ്കിങ്ങിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ജേർണലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് എന്താ സംഭവിക്കുന്നത്, ഏത് പാറ്റേൺ ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് എൻ്റെ ഒബ്സഷൻ, ഇത് മനസ്സിലാക്കണം. ഒബ്സഷൻ എന്താണ്? OCD എന്ന് പറയുമ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണല്ലോ. ഒബ്സഷൻ എന്ന് പറയുന്ന സമയത്ത് കണ്ടാമിനേഷൻ, അതായത് ജേംസ് എൻ്റെ കയ്യിലിരിക്കും, അതുകൊണ്ട് ഞാൻ വീണ്ടും 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 കൈ കഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. ഒബ്സഷൻ എന്ന് പറയുന്നത് കണ്ടാമിനേഷൻ, ഫിയർ ഓഫ് കണ്ടാമിനേഷൻ ആണെങ്കിൽ അതിനുള്ള കമ്പൾഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആക്കണേ. ഒബ്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ടാണ്. എനിക്ക് ഫിയർ ഓഫ് എന്താണ്, കണ്ടാമിനേറ്റ് ആവും, അസുഖം വരും, ജേംസ് ഇരിക്കും, എൻ്റെ മക്കളുടെ ഡ്രസ്സിൽ വന്നിട്ടിരിക്കും, എൻ്റെ ഡ്രസ്സിലിരിക്കും. ആ ഇരുന്ന ചെയറിൽ ആദ്യത്തെ സീനിൽ കാണിച്ചതുപോലെ ആ ചെയറിൽ ആരോ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവും, ജേംസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അസുഖങ്ങൾ വരാം. നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചതാണ്. ഒരുപാട് പേര് ഗോ ത്രൂ ചെയ്തതാണ്. OCD ഉള്ളവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ളതാണ്. ഈയിടെ വരും ഒരു മാളിൽ ഞാൻ പോയിരുന്ന സമയത്ത് ഇങ്ങനെ സാനിറ്റൈസർ ആക്കിക്കൊണ്ടും കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. എത്ര മാത്രം അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ഒരു വിഷമാണ്. അപ്പോൾ ആ കണ്ടാമിനേഷനുള്ള ഫിയർ എന്തിലേക്ക് നമ്മളെ നയിക്കുന്നു? ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, കമ്പൽഷനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ മനസ്സിനൊരു സുഖം കുറേ പ്രാവശ്യം. ഇനിയൊരു ക്ലയന്റ് എന്നോട് പറയുകയായിരുന്നു, ഞാൻ കൃത്യമായിട്ട് നമസ്കരിച്ചില്ല, കൃത്യമായിട്ട് മീൻസ് വളരെ പെർഫെക്ഷനോടുകൂടി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടു പോകും. അതുകൊണ്ട് ആ മരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് നമസ്കരിക്കണം. കൃത്യമായിട്ട് നമസ്കരിക്കുക എന്നുള്ളത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. ഒരു നമസ്കാരം തന്നെ 5 or 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം അബ്ലൂഷൻ ചെയ്യുന്നത്, ഉളു ചെയ്യുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നിരിക്കുന്നു. അതില്ലെങ്കിൽ കുളിക്കാൻ പോകുന്നതാണെങ്കിൽ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 5-6 മണിക്കൂർ വരെ ബാത്റൂമിലിരിക്കുന്ന ക്ലയൻസിനെ എനിക്കറിയാം. ഇത്ര മാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ആ അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അതിന്റെ വിഷമം അറിയുള്ളൂ. ഡെറ്റോളുണ്ട് കൈ കഴുകി കൈയിന്റെ തോലുകൾ നഷ്ടപ്പെട്ടത് എനിക്കറിയാം. ഓക്കെ, ഇത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. സോ ഇത് ഇഗ്നോർ ചെയ്യേണ്ടത് ഒരവസ്ഥയല്ല. ഇതുപോലെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ചേർത്ത് പിടിക്കണം, നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയണം. അവരുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തോ ഒരു സ്ട്രെസ് അവരുടെ മനസ്സിലുണ്ട്, എവിടെയോ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ട്രോമ അൺഹീൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഹീൽ ചെയ്ത് വരുന്ന സമയത്താണ് അവരുടെ തോട്ട്സിനെ നമുക്ക് പ്രോസസ് ചെയ്തെടുക്കാം. ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറ്റാവുന്ന ഒന്നാണെന്ന് കരുതരുത്. നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് തീർച്ചയായിട്ടും ധരിക്കരുത്. ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് നിന്റെ വസ്വാസാണ്, പോയി ഇറങ്ങാണ്ടിരുന്നേ, ഇതെല്ലാം മാറും എന്നുള്ള രീതിയിൽ കമാൻഡിങ് ലാംഗ്വേജിൽ അവരെ സപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. ഇതും ഒരു പക്ഷേ ട്രിഗർ ചെയ്തിട്ട് കൂടുതലാവാനേ സാധ്യത ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചേർത്ത് പിടിക്കുക, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഡയറ്റ് നിയന്ത്രിക്കുക, മൈൻഡ്ഫുൾനെസ് എക്സസൈസ്, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ്, നല്ലപോലെ മെഡിറ്റേഷൻ, ഇതോടുകൂടി CBT തെറാപ്പീസ്. ആ CBT തെറാപ്പീസിൽ ഒത്തിരി വർക്ക്ഷീറ്റ്സ് ഉണ്ട്. ആ വർക്ക്ഷീറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഹീലിംഗ് അവരറിയാതെ അവരുടെ തോട്ട് പ്രോസസ്സിൽ നടക്കുന്നു. അതോടുകൂടി നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇതുപോലെ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ വസ്വാസി എന്നുള്ളൊരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തുകയോ അവരെ
ഇഗ്നോർ ചെയ്യുകയോ അല്ല വേണ്ടുന്നത്. അവരെ ചേർത്ത് പിടിക്കുകയും ഇതൊരു മാനസിക അവസ്ഥയാണ്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് ഒന്നിച്ചിട്ട് ഇതിനോട് പ്രവർത്തിക്കാം, ഇതിൽ നിന്ന് പരിഹാരം കണ്ടെത്തി സോ കോൾ നോർമൽ ലൈഫിലേക്ക് വരാം എന്നുള്ളത് മനസ്സിലാക്കുക. കൂടെ നമ്മളുണ്ട്, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഡു കോൺടാക്ട് us. We are all here to help you guys. Thank you.